വോട്ട് കൊള്ളയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്ന് DCC നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് തീരുമാനം. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ PCCകളുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിക്കും. വോട്ട് ചോർ ഗഡി ചോർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാകും റാലികൾ. സജു തോമസ് വിശദാംശം നൽകും. സജു, രാഹുൽ ഗാന്ധി കൊളുത്തുവിട്ട അണുബോംബിന്റെ പ്രകമ്പനം രാജ്യമാകെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഒരൊറ്റ വാർത്താ സമ്മേളനത്തോടു കൂടി മാത്രം ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നില്ല കോൺഗ്രസ്. അതിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ഇന്നിപ്പോൾ DCC നേതൃത്വത്തിലുള്ള പന്തം കൊളുത്തി പ്രകടനം എങ്ങനെയൊക്കെയാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? തുടർ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? സൈഫുദ്ദീൻ, എന്തായാലും രാജ്യവ്യാപക പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് വോട്ട് ചോരി എന്ന ആരോപണം, രാഹുൽ ഗാന്ധിയുടെ ആരോപണം, അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ അലയൊളികൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വാട്സാപ്പ് നമ്പറിലൂടെയും വെബ്സൈറ്റിലൂടെയൊക്കെയും നിരവധി ലക്ഷക്കണക്കിന്, ഏകദേശം 20 ലക്ഷത്തിലധികം പേരുകളാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള മുദ്രാവാക്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതിനെ ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ തന്നെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഇതൊരു രാജ്യവ്യാപക പ്രതിഷേധമായി തന്നെ മാറ്റാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ DCCകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പന്തം കൊളുത്തി പ്രതിഷേധം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം 20-ാം തീയതി മുതൽ സെപ്റ്റംബർ 20 വരെ രാജ്യവ്യാപകമായി DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ നവംബറിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രതിഷേധം രാജ്യവ്യാപകമാക്കിക്കൊണ്ട് തന്നെ വലിയൊരു റാലിക്ക് വേണ്ടിയൊക്കെ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖരായ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വലിയ ഒരു റാലിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഒത്തൊരുമയാണ് നമ്മൾ കണ്ടത്. സഖ്യത്തിൽ നിന്ന് മാറി നിന്ന ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തതോടുകൂടി രാജ്യവ്യാപകമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തെളിവ് സഹിതമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം രാജ്യത്തുയരും. അതിന്റെ ആദ്യഘട്ടമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അതിനി രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കുന്നതിന്റെ നീക്കത്തിലാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് DCCകളെയൊക്കെയും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ ഈ കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 40-ലധികം മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ടായിട്ട് പോലും അവിടെയും അട്ടിമറി നടന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചത്. അതൊക്കെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ രാഹുൽ ഗാന്ധി ആരംഭിച്ച വെബ്സൈറ്റും വാട്സാപ്പ് നമ്പറിലൂടെയൊക്കെയും നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പങ്കുചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് തരത്തിലാണ് ഈ ഒരു പ്രതിഷേധം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനവികാരം ആളിക്കെത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം ഒരു സമരജ്വാലയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പാർട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ ഒരു സമരമായി തന്നെ ഈ വിഷയം മാറ്റുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിന് ഇപ്പോൾ ഹൈക്കമാൻഡ് മുതൽ അങ്ങ് താഴെ ഏറ്റവും അടുത്തിട്ടുള്ള പ്രവർത്തകർ വരിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അത് എന്തായാലും DCC അധ്യക്ഷന്മാരിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലടക്കം രാഹുൽ ഗാന്ധി ഇത്തരം കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന മറ്റു ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുണ്ട്. നമുക്കറിയാം, 2026 ഏകദേശം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ വർഷം ബീഹാറിൽ മാത്രമാണ് വോട്ടെടുപ്പ് ഉള്ളത്. അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഒരു മാസ് ക്യാമ്പയിനിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ആദ്യഘട്ട വിജയപൂർണ്ണമായിട്ടുള്ള ചില സൂചനകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പിന്തുണ ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് 18-നും 26 വയസ്സിനും ഇടയിലുള്ളവരുടെ വലിയ രീതിയിൽ ഈ ഒരു പ്രചാരണം എത്തിയിട്ടുണ്ട്. അതിന്റെ ചില സൂചനകൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വലിയൊരു പ്രചാരമാണ് ഈ ഒരു രാഹുൽ ഗാന്ധി മുൻപോട്ട് വെച്ച ആരോപണത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി തന്നെ വലിയൊരു പ്രതിഷേധ ജ്വാലയാക്കി മാറ്റാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.